ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകാൻ പോകുന്ന ആദ്യ 5 പേരുടെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ ഒരു മഹാത്ഭുതങ്ങളും ഈ ഒരു ഷോയിൽ സംഭവിച്ചില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന 5 പേരായിരിക്കും ടോപ്പ് 5 ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഷോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ടോപ്പ് 5 ലിസ്റ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് കൂടി ഞാൻ ഈ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സീസൺ 5ലും ഇതുപോലെ തന്നെ റാങ്കിങ് ടാസ്കിന് ശേഷം ടോപ്പ് 5 പ്രഡിക്റ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് സപ്പോർട്ടായത്. ഈ ചാനലിന്റെ ഒരു അടിസ്ഥാനം തന്നെ ആ ഒരു വീഡിയോ ആയിരുന്നു. ഏറ്റവും പോപ്പുലർ ആയിട്ട് വ്യൂസ് കിട്ടിയ വീഡിയോ നിങ്ങൾ ഈ ഒരു ചാനലിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയായാലും അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ടോപ്പ് 5 ലിസ്റ്റിൽ ഞാൻ 5ാമതായിട്ട് പറയുന്നതാണ് അൻസിബ ഹസനെയാണ് 5ാം സ്ഥാനത്ത് ഞാൻ കാണുന്നത്. പുള്ളിക്കാരത്തിന്റെ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പ്രത്യേകമായിട്ടൊരു കണ്ടന്റ് അൻസിബയുടെ പേരിലൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ജനശ്രദ്ധ നേടിയ ഒരു വ്യക്തി തന്നെയാണ്. തന്റെ ആ ഒരു സൈലന്റ് നേച്ചറിനെ ജനങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് എത്തിക്കാനായിട്ട് അൻസിബ ഹസന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ എത്തുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അൻസിബ ഹസൻ തന്റെ സ്ഥാനം വ്യക്തമായി അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4ാം സ്ഥാനത്ത് നമുക്ക് പറയാനുള്ളത് അഭിഷേക് ശ്രീകുമാറിനെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഒരു വൈൽഡ് കാർഡായിട്ട് വന്ന അഭിഷേക് ആദ്യ കുറച്ച് നാളുകളിൽ തന്റെ ഗെയിം അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം തനിക്ക് നേരെ വരുന്ന അമ്പുകൾ മാത്രം തടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റായി മാറിയപ്പോൾ കുറച്ച് ജനശ്രദ്ധ കുറഞ്ഞു പോയെങ്കിലും ഈ ഒരു സമയത്ത് ടോപ്പ് 5 ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനായിട്ട് ഉള്ളൊരു പിന്തുണ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ശ്രീകുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് 5 ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ. അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേര് അർജുനാണ്. അർജുൻ ശ്രീതു കോംബോയിലൂടെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അർജുനെ തിരിച്ചറിയാൻ തുടങ്ങിയത്. പിന്നീട് തന്റെ ഗെയിമുകളെ വളരെ സൈലന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അത്ര അഗ്രസീവ് ആയിട്ടൊന്നും ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിത്വമല്ല അർജുൻ്റേത്. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനെയും പുറത്ത് കാണുന്ന ജനങ്ങളെയും ഒരുപോലെ എന്റർടൈൻ ചെയ്യിക്കാനായിട്ട് സന്തോഷവും സങ്കടവും ചില സമയങ്ങളിലെ പൊട്ടിത്തെറിയുമായിട്ട് അർജുൻ നല്ല രീതിയിലാണ് തന്റെ ജനപിന്തുണ കൂട്ടിയുറപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ടോപ്പ് 5 ലിസ്റ്റ് വരുമ്പോൾ ഒരു പേര് അർജുൻ്റെതായിരിക്കും. അത് നമുക്കിപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 2ാമത്തെ പേരാണ് ജാസ്മിൻ ജാഫർ. ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ ഏറ്റവും അധികം ചർച്ചയായ ഒരു പേരാണ് ജാസ്മിൻ ജാഫർ. 6 സീസണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് ചാനലിൽ ഉണ്ടാക്കി കൊടുത്തതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6. അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജാസ്മിൻ ജാഫർ. തന്റെ ഗെയിം പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയായാലും നല്ല രീതിയിലുള്ള കോണ്ടന്റ് ഉണ്ടാക്കിയ വ്യക്തിയാണ്. ഒരുപാട് ജനങ്ങളുടെ പിന്തുണ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ഈ ഒരു ഫാമിലി ടാസ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ജാസ്മിന്റെ ഫാമിലി വന്ന സമയത്തായിരുന്നു ചാനലിന് ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് കിട്ടിയത്. അപ്പൊ തീർച്ചയായിട്ടും ജാസ്മിൻ എന്ന പേര് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ബിഗ് ബോസ് കാണുന്ന ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ജാസ്മിന് ഹോട്ട്സ്റ്റാറിൽ വോട്ടായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ആദ്യ 5 പേരടങ്ങുന്ന ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും മുൻപന്തിയിലാണ് ജാസ്മിൻ ജാഫറിന്റെ പേര്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 1ാമത്തെ പേരാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആവാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. ജിൻഡോ ആദ്യമായി ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് ആദ്യ ഒരാഴ്ചകളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് പുറത്തും അകത്തും ഒരുപോലെ ഉണ്ടാക്കിയത്. സ്ത്രീ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുക, തന്റെ അഭിപ്രായങ്ങൾ മോശമായ രീതിയിൽ പറയുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ജിൻഡോക്കെതിരെ കണ്ടസ്റ്റൻസും ജനങ്ങളും ഒരുപോലെ പറഞ്ഞിരുന്നു. പിന്നീട് മുന്നോട്ട് വരുന്ന സമയത്ത് ജിൻഡോ ബിഗ് ബോസിന്റെ ലൂപ്പ് ഹോളുകൾ അറിഞ്ഞ് ഗെയിം കളിക്കാൻ തുടങ്ങുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയി. മറ്റുള്ള കണ്ടസ്റ്റൻസിനും കൂടി അവിടെ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് തന്റെ ഗെയിമിനെ കണ്ടസ്റ്റൻസിലേക്കും അതുപോലെ തന്നെ പുറത്തെ ജനങ്ങളിലേക്കും നല്ല രീതിയിൽ പോസിറ്റീവ് ഇമ്പാക്റ്റോട് കൂടി
പ്രതിഫലിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ജിൻഡോന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. എന്തൊക്കെയായാലും ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ആകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായ ഒരു സാഹചര്യമാണ്. ജിൻഡോ മറ്റുള്ള കണ്ടസ്റ്റൻസിനും കൂടി അവരവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്ത് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും നല്ല രീതിയിൽ ജിൻഡോയെ എതിർത്തിരുന്ന ഗബ്രി പുറത്തായപ്പോൾ പോലും ഏറ്റവും അധികം സങ്കടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കുമെങ്കിലും അവർക്കൊരു സങ്കടം വരുമ്പോൾ ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു. ഫാമിലി വീക്ക് എത്തുന്ന സമയത്ത് മറ്റുള്ളവരുടെ വീട്ടുകാർ വരുമ്പോൾ സ്വന്തം വീട്ടുകാർ വന്നതുപോലെ ചെന്ന് ട്രീറ്റ് ചെയ്യുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയും നമ്മൾ ഫാമിലി വീക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ ഒരു കണ്ടസ്റ്റന്റിന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തൊരു വ്യക്തിയാണ്. എല്ലാവിധ ലൂപ്പ് ഹോളുകളും ആ ഒരു ഗെയിമിൽ കണ്ടുപിടിച്ച് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ 5 പേരുകൾ പറയുന്ന സമയത്ത് 1ാം സ്ഥാനക്കാരനായി തന്റെ സ്ഥാനം വളരെ ദൃഢമായി കൂട്ടിയുറപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജിൻഡോ. ഇത്രയുമാണ് നമ്മുടെ ടോപ്പ് 5 ലിസ്റ്റിന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഒരു മഹാത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ആദ്യ 5 പേരുടെ ലിസ്റ്റ് വരുന്ന സമയത്ത് ഇവർ 5 പേരുമായിരിക്കും അതിൽ ഉൾപ്പെടുന്ന കണ്ടസ്റ്റൻസ്. പിന്നീട് നമുക്കിതിലേക്ക് പറയാൻ പറ്റുന്നത് സിജോ നമുക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് കൊടുക്കാം. അൻസിബയോ അർജുനെയോ അഭിഷേകിനെയോ പിന്തള്ളിക്കൊണ്ട് സിജോ ഈ ഒരു ലിസ്റ്റിലേക്ക് വരാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. സിജോ ജോൺ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ആദ്യ നാളുകളിൽ, അതായത് റോക്കിയിൽ നിന്ന് ഫിസിക്കൽ അസോൾട്ട് വാങ്ങുന്നതിന് മുന്നേ ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതിനുശേഷം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെ വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ഏറ്റുവാങ്ങിയ സിജോ പുറത്തു പോവുകയും അതിനോടനുബന്ധിച്ച് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഞാനൊരു കാട്ടുതീയായിട്ടാണ് വന്നിരിക്കുന്നത്, ആ തീ ഞാനിവിടെ കത്തിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള സിജോന്റെ ആ ഒരു വാക്ക് ഒരിക്കലും സിജോന് ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സമയം വരെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ജനപിന്തുണ പയ്യെ കുറഞ്ഞു വരികയായിരുന്നു സിജോ ജോണിന്. തീർച്ചയായിട്ടും സിജോന് ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ ആവാനൊന്നും ഇനി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടും ആദ്യ 5 പേരുടെ ലിസ്റ്റുകളിലെങ്കിലും എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഗെയിമിന് സിജോ ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെച്ചേ തീരൂ. എങ്കിൽ മാത്രമേ ഈ പറയുന്ന അഭിഷേകിനെയോ അല്ല എങ്കിൽ അർജുനെയോ അൻസിബയോ പിന്തള്ളിക്കൊണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ സിജോ ജോണിന് സാധിക്കൂ. അപ്പൊ തീർച്ചയായിട്ടും സിജോ അതിനു വേണ്ടിയുള്ള ഒരു ഗെയിമാണ് ഇനി ബിഗ് ബോസ് ഹൗസിൽ ചെയ്യേണ്ടത്. ഇതൊക്കെ ചിന്തിക്കേണ്ടത് ആദ്യം സിജോ തന്നെയാണ്, അല്ലാതെ നമ്മൾക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ശ്രീതു കൃഷ്ണൻ എന്ന പേര് പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്തൊക്കെയായാലും ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ 5 പേരിൽ ഒന്നും ഇടം പിടിക്കാനായിട്ട് സാധ്യതയില്ല. കാരണം അത്തരത്തിലൊരു ഗെയിം ബിഗ് ബോസ് ഹൗസിൽ കളിക്കാനായിട്ട് ഇതുവരെ ശ്രീതുവിന് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ഇനിയും മുന്നോട്ട് പോകുന്ന നാളുകളിൽ ഞാൻ പറഞ്ഞതുപോലെ മഹാത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ എന്ത് മാറ്റങ്ങളും വരാവുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ശ്രീതുവിന്റെ സാധ്യതകൾ നമുക്ക് പിന്തള്ളിക്കളയേണ്ട, അവിടെ ഇരുന്നോട്ടെ. എന്തൊക്കെയായാലും എൻ്റെ പ്രൊഡിക്ഷനിൽ ശ്രീതു കൃഷ്ണൻ ഇല്ല, സിജോയെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നു. ചിലപ്പോൾ സാധ്യതകളുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഇത്രയും പേരുകളാണ് നമ്മൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഉണ്ടാക്കിയ ജാസ്മിൻ വിജയിക്കുമോ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഗെയിം കളിക്കുന്ന ജിൻഡോ ജയിക്കുമോ, അല്ലെങ്കിൽ തൻ്റെ ഗെയിമിനെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന അർജുൻ ജയിക്കുമോ, അഭിഷേക് ജയിക്കുമോ, സൈലന്റ് ആയിട്ട് ഗെയിം കളിച്ച് ബിഗ് ബോസിൽ ഇത്രയേറെ സപ്പോർട്ട് ഉണ്ടാക്കിയെടുത്ത അൻസിബ ജയിക്കുമോ, ആരായിരിക്കും ഇതിന്റെ ടൈറ്റിൽ വിന്നർ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ പിന്തുണ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്ത സോഷ്യൽ മീഡിയ പോളുകൾ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവസാന നിമിഷം ഇതിൻ്റെ വിധി എഴുതുന്നത് ജനങ്ങളായ നമ്മൾ തന്നെയാണ്. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്